ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ പാഠത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർ പോയി കേൾക്കുക. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നാം മുമ്പ് പഠിച്ച പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് പ്രാക്ടിക്കലായിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ പേജുകളിലുള്ളത്, 3-ാമത്തെയും 4-ാമത്തെയും പേജിലുള്ളത്. ഇപ്പോൾ നാം എത്രത്തോളം മുൻപത്തെ പാഠം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എത്രത്തോളം നാം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്തൊക്കെയാണ് ഇത് നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മുകളിലുള്ളത് നോക്കാം. നുക്കമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ യോജിച്ചത് എടുത്ത് പൂരിപ്പിക്കാനാണ്. ആ ബ്രാക്കറ്റിലൊക്കെ കണ്ടില്ലേ, അതിനൊരു ഉദാഹരണം ആയിട്ട് മുകളിൽ ഒരു കോളത്തിൽ ഹാദിഹി ബഖറത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് നിറത്തിൽ ഹാദിഹി എന്നും അത് ബ്രാക്കറ്റിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുത്തതാണ്. എന്തുകൊണ്ടാണ് അവിടെ ഹാദ കൊടുക്കാതെ ഹാദിഹി കൊടുത്തതെന്ന് മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രദ്ധിച്ചവർക്ക് അറിയാം. എന്തുകൊണ്ടാണ്? അതെ, ബക്കറത്തുൻ എന്നുള്ളത് പശു ആണല്ലോ, അത് പെണ്ണായതുകൊണ്ടാണ് ഹാദിഹി എന്ന് കൊടുത്തത്. ഇനി അർത്ഥം അറിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ രൂപം നോക്കിക്കൊണ്ട് മനസ്സിലാക്കാം. എങ്ങനെ? അതിൻ്റെ അവസാനത്തിൽ ഒരു ഹാത്ത കണ്ടില്ലേ? അതെ. ഇനി ഒന്നാമത്തേത് നോക്കൂ, ഡാഷ് സ്വദീഖി എന്നാണ്. ബ്രാക്കറ്റിൽ എന്താ ഉള്ളത്? ഹാദിഹി ഹാദ. സ്വദീഖി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കൂട്ടുകാരെന്ന. അപ്പോൾ ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞ അർത്ഥം ഒന്നിന് ഇത് എന്നാണ്. പക്ഷേ അവിടെ എന്താ കൊടുക്കേണ്ടത്? ഹാദിഹി എന്ന് കൊടുത്താൽ ശരിയാവില്ല, ഹാദ എന്നാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? സ്വദീഖി എന്നുള്ളത് ആണായതുകൊണ്ട് ഹാദ എന്ന് കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് എന്താ? ഡാഷ് ദജാജത്തുന്ന. തിൽക്ക ദാലിക്ക എന്ന് ബ്രാക്കറ്റിലുണ്ട്. അവിടെ എന്താ കൊടുക്കേണ്ടത്? അതെ, തിൽക്ക എന്നാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? അതെ, ദജാജത്ത് എന്നുള്ളത് പെണ്ണായതുകൊണ്ട്, പിടക്കോഴി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ മൂന്നാമത്തെ നോക്കൂ, ഡാഷ് ദാരിസത്തുൻ. ബ്രാക്കറ്റിൽ അന്തി അന്ത എന്നുണ്ട്. എന്താണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്? അതെ, അന്തി എന്നാണ് അവിടെ നാലാമത്തത് നോക്കൂ, ഡാഷ് ദാരിസ്. ദാരിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിദ്യാർത്ഥി എന്നാണ്. അപ്പോൾ ഹിയാന്നോ അനാന്നോ കൊടുക്കുക? ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നാ, സ്ത്രീയെ പറ്റിയിട്ടാണ് പറയാം. അന ഞാൻ ആരെ പറ്റി പറയും? ആണിനും പെണ്ണിനും ഉപയോഗിക്കും. അപ്പോൾ ദാരിസ് എന്നുള്ളത് ഹിയ കൊടുക്കാൻ പാടില്ല. പിന്നെ എന്താ കൊടുക്കേണ്ടത്? അന എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അന ദാരിസും, ഞാൻ വിദ്യാർത്ഥിയാണ്. മനസ്സിലായോ? ഈ രണ്ടാമത്തെ ഇത് നോക്കൂ, നെസിലു യാ വനക്തുബു കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ യാ ചേർത്തുകൊണ്ട് നമുക്ക് എഴുതാമെന്ന. എന്താ ഉദാഹരണത്തിലുള്ളത്? ഹാദ അബുൻ, ഇത് ഉപ്പയാണ്. നമുക്കിനി ഹാദ അബി, യാ ചേർത്തിയപ്പോൾ അബി എന്നായി. ഇത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ യാ കൊടുക്കുമ്പോഴുള്ള അർത്ഥം എന്ത് കിട്ടുന്നു? എൻ്റെ എന്നുള്ളൊരു അർത്ഥം കിട്ടുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താകാം? എഴുതാം. അപ്പോൾ രണ്ടാമത്തേതിൽ യാ കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? ഹാദിഹി ഉമ്മി. അതെ. മൂന്നാമത്തെ ദാലിക കിതാബി. നാലാമത്തിൽ എന്ത് ചെയ്ത് കൊടുക്കും? തിൽക്ക ഹിറത്തീൻ. 5 ഹിയ ഉഖ്തി എന്നായിരുന്നു. 6 ഹുവ സ്വദീഖി. അപ്പോൾ അതിലൊക്കെ അർത്ഥം വരുന്നത് എൻ്റെ എന്നൊക്കെ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ, നഉദ്ദുൽ അഷ്യാ വനക്തുബുഹാ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ അക്കങ്ങളും അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള വസ്തുക്കൾ എണ്ണിയിട്ട് അക്കത്തിലും അതുപോലെ അക്ഷരത്തിലുമായിട്ട് എഴുതാനാണ്. ആ കോളം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അൽ അഷിയാ ഉ എന്നുള്ള കോളത്തിന് താഴെ എന്തൊക്കെയുണ്ട്? പേനയുണ്ട്, പെൻസില്, അണ്ണാൻ, മുയൽ തുടങ്ങിയ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതെ. ഉദാഹരണത്തിന് അവിടെ മുകളിൽ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്.
അൽ അഷ്യ എന്നതായ 3 പേനകളുണ്ട്. അപ്പോൾ ബിൽ അർഖാം എന്ന കോളത്തിൽ നമ്പറിൽ അക്കത്തിൽ 3 എന്ന് എഴുതി കൊടുത്തു. ബിൽ ഹുറൂഫി അക്ഷരത്തിൽ സലാസത്തുൻ എഴുതി. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് ശ്രദ്ധിച്ചു നോക്കൂ. താഴെയുള്ളത് എന്താ? പേനയുടെ താഴെയുള്ളത് അത് എണ്ണി നോക്കൂ, എത്ര എണ്ണമുണ്ട്? അതെ, 8 എണ്ണമുണ്ട് അല്ലേ? അപ്പോൾ അർഖാം എന്നുള്ള ആ കോളത്തിൽ അപ്പോൾ എത്ര എന്ത് ചെയ്യണം? 8 എന്നുള്ള സംഖ്യ എഴുതി കൊടുക്കണം. ബിൽ ഹുറൂഫി എന്നുള്ളിടത്ത് എന്ത് എഴുതി കൊടുക്കേണ്ടി വരും? ആ കോളത്തിൽ സമാനിയ എന്ന് എഴുതി കൊടുക്കണം. ഇനി താഴെ അതിന് താഴെ എത്ര അണ്ണാനുണ്ട്? 4 അണ്ണാനുണ്ട്. അപ്പോൾ ബിൽ അർഖാം എന്നുള്ള കോളത്തിൽ 4 എന്നുള്ള നമ്പർ സംഖ്യ എഴുതി കൊടുക്കുക. ബിൽ ഹുറൂഫി എന്നുള്ളിടത്തോ അർബഅ എന്നുള്ള അല്ലേ, അർബഅത്തുൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി എത്ര മാങ്ങയുണ്ട്? എണ്ണി നോക്കൂ, 9 മാങ്ങയുണ്ട് അല്ലേ? അതെ, ബിൽ അർഖാം എന്നുള്ള കോളത്തിൽ അപ്പോൾ എന്തിന് 9 എന്നുള്ള സംഖ്യ എഴുതണം. ബിൽ ഹുറൂഫി എന്നുള്ള കോളത്തിൽ 9 എന്നുള്ള തിസ്അത്തുൻ എന്ന് എഴുതി കൊടുക്കണം. ഇനി ഏറ്റവും അവസാനത്തെ പെൻസിൽ എത്ര എണ്ണമുണ്ട്? അതെ, 10 പെൻസിലുകളുണ്ട് അല്ലേ? അപ്പോൾ ബിൽ അർഖാം എന്നുള്ള കോളത്തിൽ 10 എന്നുള്ള നമ്പർ അറബിയിൽ തന്നെ എഴുതി കൊടുക്കുക. ബിൽ ഹുറൂഫി എന്നുള്ള കോളത്തിൽ 10 അറബിയിൽ പറയുക? അതെ, അശറത്തുൻ എന്ന് പറയില്ലേ? അപ്പോൾ അശറത്തുൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി 4-ാമത്തെ പേജ് എല്ലാവരും ശ്രദ്ധിക്കുക. നസിലു ബിൽ മുനാസിബി യോജിച്ചതെടുത്ത് എഴുതാനാണ്. 4 എണ്ണം ഉണ്ട്. നമുക്ക് 4 പ്രവർത്തനങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ എന്താ? ഡാഷ് അൽ ഹിറത്തു. ഹിറത്തിൻ്റെ അർത്ഥം എന്താ? മുമ്പ് പഠിച്ചിരുന്നില്ല? അതെ, പൂച്ച എന്നാ. അപ്പോൾ അവിടെ മാ എന്നാണോ ഐന എന്നാണോ എഴുതി കൊടുക്കേണ്ടത്? ആ ബ്രാക്കറ്റിൽ നിന്ന് മാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? മാ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? എന്ത് എന്ന്. അപ്പോൾ മൽ ഹിറത്തു എന്ന് പറഞ്ഞാൽ പൂച്ച എന്ത് എന്നാണ് കിട്ടുക. ഐന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുമ്പ് പഠിച്ചിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അതെ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാ. അപ്പോൾ പഴയത് യോജിക്കുക. ഐനൽ ഹിറത്തു, പൂച്ച എവിടെയാണ് എന്ന്. നമുക്കെന്ത് ചോദിക്കാനാണല്ലേ ഓരോ ചോദ്യങ്ങൾ. പിന്നെ രണ്ടാമത്തത് എന്താ? ഡാഷ് ഹാദാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ ഐന മൻ എന്നീ 2 വാക്കുകളുണ്ട്. ഏതാണ് അതിനോട് യോജിച്ചതുണ്ടാകുക? അതെ, മൻ ഹാദ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നല്ലോ അല്ലേ? അത് ഇത് ആരാണ്? മൻ ഹാദ ഇത് ആരാണെന്ന്. മൂന്നാമത്തത് നോക്കൂ, ഡാഷ് ദാലിക. അവിടെ മാ എന്നാണോ ഹുവ എന്നാണോ ഓർക്കുക? അതെ, മാ ദാലിക. രണ്ടാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ അല്ലേ? മാ ദാലിക, അത് എന്താണ്. നാലാമത്തെ നോക്കൂ, ഡാഷ് ഹാദിഹി. അവിടെ ബ്രാക്കറ്റിൽ ഐന എന്നുണ്ട്, മൻ എന്നുണ്ട്. ഏതാണ് അതിവിടെ കൊടുക്കുക? ഐന കൊടുത്താൽ അത് ഇത് എവിടെ എന്നാണ് അർത്ഥം വരിക. മൻ കൊടുത്താലോ ഇത് ആരാണെന്ന്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. എങ്ങനെയായിരുന്നു? മൻ ഹാദിഹി, ഇത് ആരാണ്. മനസ്സിലായോ? ഇനി 5-ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖറഉ മിനൽ ഖുർആനി വനുലാഹിദുൽ കലിമാത്തിൽ മുലവ്വന. ഈ താഴെയുള്ള ഖുർആനിൽ നിന്നുള്ള ആയത്തുകളൊക്കെ എന്ത് ചെയ്യുന്നു? വായിച്ചു ഓതി നോക്കുക. എന്നിട്ട് അതിൽ ചുവപ്പ് നിറത്തിലുള്ള വാക്കുകളുണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കാനാണ്. എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? വ അന മിനൽ മുസ്ലിമീൻ. രണ്ടാമത്തെ അൻതൽ അലീമുൽ ഹക്കീം. ഹാദാ ബയാനുൽ ലിന്നാസ്. ഐന ശുറകാഉകും വലാ തഖറബാ ഹാദിഹി الشجرة وعليها وعلى الفلك من ذا الذي يشفع ذلك الكتاب لا ريب فيه القارعة ما القارعة وما أدراك ما القارعة. ഈ ആയത്തുകളിലൊക്കെ ചുവപ്പ് നിറത്തിലുള്ള കുറേ വാക്കുകൾ ശ്രദ്ധിച്ചില്ല? അതെ, ഇത് നമ്മൾ മുമ്പ് പഠിച്ച ആ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്തിൽ അന എന്നുണ്ട്, രണ്ടാമത്തെ ആയത്തിൽ അന്ത,
മൂന്നാമത്തെ ആയത്തിൽ ഹാദ, നാലാമത്തെ ആയത്തിൽ ഐന, അഞ്ചാമത്തതിൽ ഹാദിഹി, ആറാമത്തിൽ അല ഉണ്ട്, 2 അലയുണ്ട്, ഏഴാമത്തതിൽ മൻ എന്നുണ്ട്, എട്ടാമത്തേത് ദാലിക, ഒൻപതാമത്തിൽ മാ എന്നുള്ള 3 മാ കണ്ടില്ലേ. ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കൂ, ഹയ്യൻ നൻസഹുൽ കലിമാത്ത് അല്ലേ. അവിടെ 2 കോളങ്ങളുണ്ട്. രണ്ടിലും നമ്മൾ കൈയെഴുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അറബി അക്ഷരങ്ങൾ എഴുതുക എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള പ്രവർത്തനമാണിത്. അതെ, ഒന്നാമത്തെ ഐന എന്നാണ്. അപ്പോൾ ഓരോ അക്ഷരങ്ങളുടെയും രൂപത്തിൽ കുറേ ഡോട്ടുകൾ, പുള്ളികൾ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലൂടെ വൃത്തിയായിട്ട് പെൻസിൽ കൊണ്ട് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ പുള്ളികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതിയതുപോലെ എങ്ങനെയാണ് അലിഫ് എങ്ങനെയാണ് യാ എഴുതിയത്, എങ്ങനെയാണ് നൂന് എഴുതിയത് എന്നതുപോലെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി വൃത്തിയിൽ എഴുതുക. ഇത്രയാണ് ഒന്നാമത്തെ പാഠത്തിലുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാഠം എടുക്കുന്നതാണ്.